നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6 മീനം 23 വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്ര അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രേക്ഷകർ ഈ യാത്രയ്ക്ക് നൽകിയ പിന്തുണ, മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് അവരും ആ പോരാട്ടത്തിനൊപ്പം ചേരുന്ന കാഴ്ച ഒക്കെ നമ്മൾ കണ്ടിരുന്നു. രാവിലെ 7 മണിക്ക് തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അതുപോലെ CPM 24-ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനമാകാൻ പോകുന്നു. MA ബേബി ജനറൽ സെക്രട്ടറി ആകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ഇളവുണ്ടാകുമോ എന്നുള്ള കാര്യമെല്ലാം ഉറ്റുനോക്കുകയാണ്. നിർണായക കേന്ദ്ര കമ്മിറ്റി യോഗം രാവിലെ 9 മണിക്ക് ചേരാൻ പോകുന്നു. അങ്ങനെ വാർത്തകളേറെയുണ്ട്, വിശദമായി തന്നെ പരിശോധിക്കാം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് മോർണിംഗ് ന്യൂസ് കടക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി. ബില്ല് നിയമമായതോടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. കൂടുതൽ വിവരങ്ങളുമായി വിനീത VG ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വിവാദം രാജ്യസഭയിലും ലോക്സഭയിലും നമ്മൾ കണ്ട ചർച്ച, അതിനൊക്കെ ഒടുവിൽ ബില്ല് പാസ്സാകുന്നതും ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതും നിയമമായി മാറുന്നതും നമ്മൾ കാണുന്നു. ഇനി വലിയ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ കടക്കാൻ ഒരുങ്ങുന്നുണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ, വിവിധ സംഘടനകൾ. ഇവരൊക്കെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് വിനീത? തീർച്ചയായും TK സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭയിലെയും ഒപ്പം പിന്നാലെ രാജ്യസഭയിലെയും ഒക്കെ ഉണ്ടായ വലിയ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതോടുകൂടി ബില്ല് നിയമമായി മാറി. ഇനി ഇത് എന്ന് മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നുള്ള കാര്യം പിന്നീട് വിജ്ഞാപനത്തിലൂടെ ആയിരിക്കും അറിയിക്കുക. എന്താണെങ്കിലും ഈ ബില്ല് നിയമമായി മാറുന്നതോടെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുക തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് ബില്ല് പാസാക്കിയത്. വഖഫ് ഭേദഗതി ബില്ലിൽ നിയമമായതോടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനോടകം കോൺഗ്രസ് MPമാരടക്കം സുപ്രീം കോടതിയെ സമീപിക്കുകയും ഹർജികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ നിയമമായതിനു ശേഷം സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. വഖഫ് കൗൺസിൽ മുസ്ലിമുകൾ ഭാഗമാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാകും കോടതിയെ സമീപിക്കുക. വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. നിയമത്തിനെതിരെ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത പ്രതിഷേധവും പരിഗണനയിലുണ്ട്. ശരി, വിനീത VG വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. CPM പാർട്ടി കോൺഗ്രസിന് ഇന്ന് സമാപനം. പുതിയ ജനറൽ സെക്രട്ടറി ആരാണെന്ന് ഉറ്റുനോക്കുന്നു എല്ലാവരും. MA ബേബിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ PBയിൽ ധാരണ. PBയിൽ ബംഗാൾ ഘടകവും അശോക് ദാവ്ളയും ബേബിയെ എതിർത്തു. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകും. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ PBയിൽ നിന്നൊഴിയും. പ്രായപരിധിയിലെ ഇളവ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം നൽകാനാണ് ധാരണ. ദീപക് ധർമ്മടം മധുരയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, MA ബേബി ജനറൽ സെക്രട്ടറി ആകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിന് സാധ്യതയേറുന്നു. അശോക് ദാവ്ളയെ പിന്തുണയ്ക്കുന്നുണ്ട് ബംഗാൾ ഘടകം, പക്ഷേ കേരള ഘടകം അതിന് പിന്തുണ നൽകുന്നില്ല. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ, സൂചനകൾ? മുഖ്യമന്ത്രിയെ കൂടാതെ, പിണറായി വിജയനെ കൂടാതെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്ന് ഉത്തരമാകാൻ പോകുന്നു. നിർണായകമായ ദിനമാണിന്ന്. വിശദാംശങ്ങൾ, പുതിയ വിവരങ്ങൾ ദീപക് ധർമ്മടം. വെരി ഗുഡ് മോർണിംഗ് റീജിത്ത്. ഇന്നലെ ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട PB യോഗം. ആ PB യോഗത്തിൽ ചില ധാരണയിലെത്തിയിരിക്കുന്നു. ആ ധാരണയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നുള്ള MA ബേബിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാൻ വേണ്ടി CCയിലേക്ക് പ്രപ്പോസൽ വയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് 9:30 മണിക്കാണ് CC യോഗം ചേരുന്നത്. ആ CC യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയായി, അതായത് പ്രകാശ് കാരാട്ട് PB കോർഡിനേറ്റർ എന്നുള്ള സ്ഥാനത്ത് ഒഴിയുന്നു. ആ നിലയിൽ ബേബിയെ ജനറൽ സെക്രട്ടറി ആക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ വയ്ക്കുന്നത് പ്രകാശ് കാരാട്ടിനെ ചുമതലപ്പെടുത്തുന്ന ഒരു ചർച്ചയാണ് നടന്നത്. ആ ചർച്ച വളരെ നീണ്ടിരുന്നു. പക്ഷേ അതിൽ പ്രതികൂലമായും അനുകൂലമായുള്ള ചർച്ചകൾ നടന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ EMSന് ശേഷം ആദ്യമായി ഒരു ജനറൽ സെക്രട്ടറി വരാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം 7 PB മെമ്പർമാർ PBയിൽ നിന്ന് ഒഴിയാനുള്ള ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ CCയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചൊഴിയുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ചിലർക്കെങ്കിലും ഇളവ് നൽകണം എന്ന തീരുമാനം വന്നാൽ സ്വാഭാവികമായും 1-2 പേർക്ക് എക്സംഷൻ കൊടുക്കും. പക്ഷേ ഇന്നലത്തെ PBയിലെ തീരുമാനം 75 പിന്നിട്ട ആരെയും
അതായത് 74 കഴിഞ്ഞ് 75 എത്തിയ ആൾക്കാർക്ക് പോലും എക്സംഷൻ നൽകേണ്ടതില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അങ്ങനെ ഒരു വലിയ നിര തന്നെ പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും ഈ PBയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതേ സമയത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് എക്സംഷൻ നൽകാനുള്ള തീരുമാനവും PBയിൽ ധാരണയായിരിക്കുന്നു. ഇതിനെല്ലാം അംഗീകാരം നൽകേണ്ടത് CC ആണ് എന്നുള്ളതാണ്. മാത്രവുമല്ല ഈ CCയിൽ ചിലപ്പോൾ ഈ കാര്യത്തിൽ വിയോജനം വന്നു കഴിഞ്ഞാൽ വോട്ടെടുപ്പിലേക്ക് പോകും. പക്ഷേ അങ്ങനെ അല്ലാതെ പാർട്ടിയിൽ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം മുതൽ സംസ്ഥാന സമ്മേളനങ്ങൾ വരെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഏകകണ്ഠമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത്തരത്തിലെ തീരുമാനം എടുക്കണമെന്നുള്ള ധാരണയിലാണ് ഇന്നലെ PB പിരിഞ്ഞത്. ഇന്നലെ PB ഏതാണ്ട് 8 മണിക്ക് തുടങ്ങി 11:30 വരെ നീളുന്നൊരവസ്ഥ, 2.5 മണിക്കൂറോളം 3 മണിക്കൂറോളം നീളുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യം നീളാൻ പോലും കാരണം പല വിഷയങ്ങളിലും തീരുമാനമെടുക്കുന്നതിൽ വിശദമായ ചർച്ചയുണ്ടായി എന്നുള്ളതാണ്. കേരള ഘടകം ബേബിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും A വിജയരാഘവനും ബേബി ജനറൽ സെക്രട്ടറിയായി വരുന്നത് ഗുണം ചെയ്യുമെന്ന് ചർച്ചയിൽ PBയിൽ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ബേബിക്ക് കാര്യങ്ങൾ എളുപ്പമാകും. മറ്റൊരു സാധ്യത അശോക് ധവളയാണ് മറ്റൊരു പേരായി ഉള്ളത്. അശോക് ധവള അത്തരത്തിൽ വർഗ്ഗസമരത്തിലൂടെ വന്ന ഒരു നേതാവ് എന്നുള്ള ഡോക്ടറാണ്. അത്തരമൊരു പരിഗണനയിൽ ബംഗാൾ ഘടകം ചിലപ്പോൾ CCയിലും ഈ പേര് മുന്നോട്ട് വെച്ചേക്കാം. പക്ഷേ ബേബിക്കാണ് സാധ്യത കൂടുതൽ. ബേബി CPIM-നെ നയിക്കും. ബേബി CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ശ്രീജിത്ത്, ദീപക്, KK ശൈലജയ്ക്ക് PBയിൽ എത്താനുള്ള സാധ്യത മങ്ങുന്നു എന്ന തരത്തിലുള്ള സൂചനകളുമൊക്കെ പുറത്തു വരുന്നു. ഒരുപക്ഷേ PK ശ്രീമതിക്ക് ഇളവ് നൽകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ദീപക് ധർമ്മൻ? മറ്റാർക്കും തന്നെ ഇളവ് നൽകില്ല എന്നുള്ളതാണ്. അതായത് PBയിലേക്ക് വരാൻ വേണ്ടി ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നുള്ളതാണ് CPM-ന്റെ സംഘടനാ തലത്തിലുള്ള തീരുമാനം. കാരണം ഇത്തരമൊരു തീരുമാനം എടുക്കാൻ കാരണം സംഘടനയിൽ ഒരു തീരുമാനം പല ആൾക്കാർക്ക്, അതായത് മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായി വിജയൻ ഇളവ് നൽകുക എന്നതൊഴിച്ച് മറ്റുള്ളവർക്ക് ഇളവ് നൽകിക്കഴിഞ്ഞാൽ അത് PBയിൽ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും, നേതൃതലത്തിൽ പ്രശ്നങ്ങൾ ഇടയാക്കും എന്നുള്ളതാണ്. KK ശൈലജയുടെ കാര്യത്തിൽ നമുക്കറിയാൻ സാധിച്ചത് 2 വനിതാ PB മെമ്പർമാർ വരുമ്പോൾ അത് വാസുകി, അതുപോലെ തന്നെ മറിയം ധവള, മറ്റൊന്ന് മറിയം ധവളയും അതുപോലെ ഹേമമാലിനിയും, CITയുടെ പ്രസിഡന്റ് ഹേമമാലിനി, ഈ 3 പേർക്ക് ആണ് സാധ്യതയുള്ളത്. ഇതിൽ 2 പേരെ തമിഴ്നാട്ടിൽ നിന്നും രാമകൃഷ്ണ PBയിൽ നിന്നും പ്രായപരിധിയിൽ ഒഴിയുമ്പോൾ വാസുകിയെ വനിതാ നേതാവ് എന്നുള്ള നിലയിൽ, വാസുകി വളരെ കൃത്യമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നടത്തിയ ഒരു നേതാവ് എന്നുള്ള നിലയിൽ വാസുകി ആയിരിക്കും വനിതാ നേതാവ് എന്നുള്ള നിലയിൽ PBയിലെത്താനുള്ള സാധ്യത കൂടുതൽ. മറ്റൊന്ന് ഈ നോർത്ത് ഇന്ത്യൻ ഘടകത്തിൽ നിന്നും മറിയം ധവളയുടെയും ഹേമമാലിനിയുടെയും പേര്, 2 പേരുടെ പേര് കൂടി PBയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നേതാക്കൾ മോർണിംഗ് വാക്കിലാണ്. ഈ മോർണിംഗ് വാക്കിനിടയിൽ നമുക്കൊന്ന് ചോദിക്കാം, ഹൗ ദ പാർട്ടി കോൺഗ്രസ് ഈസ് ഫിനിഷിംഗ്? It is going on very good. When the new general secretary will elect? Well, new party congress has to elect new central committee, and this is a task of the central committee to elect. The 7 PB members are leaving. It is a crisis for the leadership. No. But Communist Party has a collective leadership, so there is no crisis in that. Thank you. അതായത് 7 PB മെമ്പർമാർ ഒഴിയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, പ്രതിസന്ധി ഉണ്ടാകില്ല. കൂട്ടായ്മയുടെ നേതൃത്വമാണ് CPIM-ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. ശ്രീജിത്ത്, ശരി, ദീപക് ധർമ്മട മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. MA ബേബി CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത ഏറുകയാണ്. PBയിൽ അത് സംബന്ധിച്ച ധാരണയാകുന്നു. ബംഗാൾ ഘടകം അശോക് ധാവളയുടെ പേര് മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും പക്ഷേ കേരള ഘടകം MA ബേബിയെ പിന്തുണയ്ക്കുകയാണ്. സ്വാഭാവികമായും MA ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ PBയിൽ നിന്ന് ഒഴിയാൻ പോകുന്നു. പ്രായപരിധിയിലെ ഇളവ് പിണറായി വിജയന് മാത്രം മതി എന്ന നിലപാടിലാണ് നേതൃത്വം ഇപ്പോൾ നിൽക്കുന്നത്. ദീപക് ധർമ്മട മധുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഒഡീഷയിൽ മലയാളി വൈദികന് നേരെയുണ്ടായ പോലീസ് മർദ്ദനത്തിൽ തുടർ നടപടി സ്വീകരിക്കാതെ ഭരണകൂടം. സംഭവം നടന്നു ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണമോ പോലീസിൽ നിന്ന് വിശദീകരണമോ തേടിയിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 22-നാണ് ബെർഹാംപൂർ രൂപതയിലെ ജൂബ ഇടവക പള്ളി വികാരി ഫാദർ ജോഷി ജോർജിനെയും സഹവൈദികനെയും പോലീസ് മർദ്ദിച്ചത്. പള്ളിയിൽ അതിക്രമിച്ചു കയറിയായിരുന്നു പോലീസിന്റെ കയ്യേറ്റം. ലാത്തി ഉപയോഗിച്ചുള്ള പോലീസ് ആക്രമണത്തിൽ സഹവൈദികന്റെ തോളിൽ പൊട്ടി. പള്ളിയിലുണ്ടായിരുന്ന സ്ത്രീകളെയും പോലീസ് മർദ്ദിച്ചു. മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു പോലീസിന്റെ മർദ്ദനം. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ INTUC നിലപാട് മയപ്പെടുത്തും. R ചന്ദ്രശേഖരനെ KPCC താക്കീത് ചെയ്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. സമരത്തിനെതിരായ പരസ്യ പ്രസ്താവനയിൽ നിന്ന് R ചന്ദ്രശേഖരൻ വിട്ടുനിൽക്കും എന്നാണ് KPCCക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്.
സർക്കാർ തീരുമാനം അംഗീകരിച്ചുള്ള മുൻ നിലപാടും പുനഃപരിശോധിക്കും. മന്ത്രിയുമായുള്ള തുടർ ചർച്ചകളിലും KPCC നേതൃത്വവുമായി കൂടിയാലോചന നടത്തും. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന മന്ത്രിയുടെ നിർദ്ദേശത്തിന് നേരത്തെ R. ചന്ദ്രശേഖരൻ പിന്തുണ നൽകിയിരുന്നു. സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് പിടിവാശി ഒഴിവാക്കണമെന്നും ഇന്നലെ INTUC സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയാണ് KPCC നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ആശാ വർക്കേഴ്സിന്റെ രാപകൽ സമരം ഇന്ന് 56-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം 18-ാം ദിവസത്തിലാണ്. കൊച്ചിയിലെ തൊഴിൽ പീഡന ആരോപണത്തിൽ ജില്ലാ ലേബർ ഓഫീസർ ഇന്ന് തൊഴിൽ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ദൃശ്യങ്ങളിലെ യുവാക്കളുടെ വെളിപ്പെടുത്തലിന്റെയും മൊഴികളുടെയും പശ്ചാത്തലത്തിൽ തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്ന റിപ്പോർട്ടാകും ജില്ലാ ലേബർ ഓഫീസർ തൊഴിൽ വകുപ്പിന് നൽകുക. മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ തൊഴിൽ പീഡന പരാതിക്ക് പിന്നിൽ മുൻ മാനേജർ മനാഫാണ് എന്നാണ് ദൃശ്യങ്ങളിലുള്ള യുവാക്കളുടെ മൊഴി. തൊഴിൽ പീഡന പരാതി ആസൂത്രിതമെന്നും യുവാക്കൾ മൊഴി നൽകി. ദൃശ്യങ്ങൾ മനാഫ് മാസങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ചതാണെന്നും നിലവിലെ സ്ഥാപന ഉടമയെ മോശക്കാരനാക്കാനാണ് ഇവ പ്രചരിപ്പിച്ചതെന്നും യുവാക്കൾ പറഞ്ഞിരുന്നു. മനാഫിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് യുവാക്കൾ. ഇനി കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി പരിശോധിക്കാം. പലയിടത്തും ഇന്നലെ ശക്തമായ വേനൽമഴ പെയ്തിരുന്നു. സംസ്ഥാനത്ത് വേനൽമഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരക്കെ വേനൽ മഴ ലഭിച്ചിരുന്നു. 2 പേരാണ് ഇന്നലെ മഴക്കെടുതിയിൽ മരിച്ചത്. ലഹരിക്കും അക്രമത്തിനുമെതിരായ 24-ന്റെ പോരാട്ടം തുടരുകയാണ്. SKN40 കേരള യാത്ര 2ാം ഘട്ടം. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന കേരള യാത്രയുടെ 2ാം ഘട്ടത്തിന് ഇന്ന് തൃശ്ശൂരിൽ തുടക്കമാവുകയാണ്. അല്പസമയത്തിനകം ആ യാത്രയ്ക്ക് 2ാം ഘട്ടത്തിന് തുടക്കമാവാൻ പോകുന്നു. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഗുഡ് മോർണിംഗ് വിത്ത് R. ശ്രീകണ്ഠൻ നായർ ഷോയോടുകൂടി യാത്ര ആരംഭിക്കുന്നു. വടക്കൻ കേരളത്തിലും ലഹരി വിരുദ്ധ സന്ദേശം എത്തിച്ച് യാത്ര ഈ മാസം 20-ന് കോഴിക്കോട് ബീച്ചിൽ മഹാസമ്മേളനത്തോടെ സമാപിക്കും. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയിൽ പ്രായഭേദമന്യേ ആയിരങ്ങൾ അണിനിരക്കും. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് രാവിലെ 7 മണിക്ക് 2ാം ഘട്ട യാത്രയ്ക്ക് തുടക്കമാകും. പൂങ്കുന്നം ഗ്രാമത്തിലും ശ്രീ കേരളവർമ്മ കോളേജിലും യാത്രയെത്തും. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാകും. എരുമപ്പെട്ടിയിൽ നാടാകെ ഒന്നിച്ചുള്ള ലഹരി പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക. 2ാം ഘട്ടത്തിലെ ആദ്യ ദിനം വടക്കാഞ്ചേരി ഏങ്കക്കാട് സമാപിക്കും. ചേലക്കര, കുത്താമ്പുള്ളി, ചെറുതുരുത്തി, തൃശൂർ നഗരം, അരിമ്പൂർ എന്നിവിടങ്ങളിലും നാളെ യാത്രയെത്തും. എട്ട് 9 തീയതികളിൽ യാത്ര പാലക്കാടെത്തും. 10, 11, 12 തീയതികളിലാണ് മലപ്പുറം ജില്ലയിലെ പര്യടനം. 13-നും 14-നും വയനാട്ടിലും 15-നും 16-നും കോഴിക്കോട് ജില്ലയിലുമാണ് പര്യടനം. കണ്ണൂർ ജില്ലയിൽ 17, 18 തീയതികളിൽ യാത്രയെത്തും. ഈ മാസം 19-നാണ് കാസർഗോഡ് ജില്ലയിലെ പര്യടനം. 20-ാം തീയതി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന യാത്രയുടെ സമാപന ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കും. 24 തൃശൂർ.
സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ജില്ലയിൽ 2 ദിവസത്തെ പര്യടനമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കേരള ജനത ഒന്നാകെ ഈ യാത്രയ്ക്ക് നൽകിയ പിന്തുണ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഈ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് യാത്രയ്ക്കൊപ്പം ചേരുന്നത് യുവാക്കൾ, വീട്ടമ്മമാർ, പ്രായമായവരൊക്കെ ഒന്നിച്ച് ഈ യാത്രയ്ക്കൊപ്പം ചേരുന്നതും നമ്മുടെ ഈ ലഹരി വിരുദ്ധ സന്ദേശത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ യാത്ര 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. വിവിധ പരിപാടികൾ, കലാപരിപാടികളൊക്കെ ഈ യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. എന്താണ് ഇന്നത്തെ യാത്രയുടെ പര്യടനവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഏതൊക്കെ മേഖലകളിൽ ഏത് സമയത്ത് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ യാത്രയെത്തും സൂരജ്? ടി.കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ട യാത്രയിലുടനീളം 10,000-കണക്കിന് ആളുകളാണ് ഈ യാത്രയുടെ ഭാഗമായി അണിനിരന്ന് വലിയ ആവേശത്തോടു കൂടി പ്രായഭേദമന്യേ എല്ലാവരും ഈ യാത്ര ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ഇന്നും ഈ തേക്കിൻകാടാണ് നമ്മുടെ ആദ്യ പോയിന്റായി നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് മോർണിംഗ് ഷോയോട് കൂടി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ മോർണിംഗ് ഷോയോട് കൂടിയായിരിക്കും ഈ യാത്ര ആരംഭിക്കുക. പിന്നീട് അവിടെ നിന്ന് പൂങ്കുന്നം ഗ്രാമം കേരളവർമ്മ കോളേജിൽ ഈ മോർണിംഗ് ഷോ സമാപിക്കും. അതിനുശേഷം കുന്നംകുളം, അതോടൊപ്പം തന്നെ എരുമപ്പെട്ടി, വടക്കാഞ്ചേരി തുടങ്ങിയ പോയിന്റുകളിലും ഇന്ന് യാത്ര എത്തും. നാളെ ചേലക്കര, തൃശ്ശൂർ നഗരത്തിൽ വീണ്ടും എത്തുന്ന യാത്ര അരിമ്പൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് ക്രമീകരണം. എന്തായാലും 100 കണക്കിന് ആളുകൾ ഈ യാത്രയുടെ ഭാഗമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 7 മണിക്ക് തന്നെ യാത്രയുടെ 2ാം ഘട്ടത്തിന് തുടക്കമാവുകയും ചെയ്യും. ടി.കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനം പ്രേക്ഷകർക്കായി 24 ഒരുക്കിയിട്ടുണ്ട്. അതിന് വലിയ പിന്തുണയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ലഹരി വിൽപ്പന, ഉപയോഗ കേന്ദ്രങ്ങൾ, അതിനെക്കുറിച്ച് വിവരം നൽകാൻ പ്രേക്ഷകർക്കായി ഒരു ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കിയിട്ടുണ്ട് 24. അതിന് മികച്ച പ്രതികരണം, ഒരുപാട് പേർ ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട്. വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായിരിക്കും. 1800 425 4295 ആണ് ടോൾ ഫ്രീ നമ്പർ. ഇത് പ്രേക്ഷകർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. IPL-ൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിന്റെ മൈതാനത്താണ് മത്സരം. തുടർ തോൽവികൾക്ക് അവസാനമിടാനാണ് ഹൈദരാബാദ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും തോറ്റ ഹൈദരാബാദ് പോയിന്റ് പട്ടികയിൽ അവസാനമാണ്. അതേസമയം 3ാം ജയമാണ് ഗുജറാത്തിന്റെ ലക്ഷ്യം. മികച്ച മാർജിനിൽ ജയിക്കാനായാൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് ഉയരാൻ ഗുജറാത്തിന് കഴിയും. ഐ ലീഗ് ഫുട്ബോളിൽ ആവേശകരമായ ക്ലൈമാക്സിനൊരുങ്ങി കോഴിക്കോട്. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന നിർണായക മത്സരത്തിൽ ഗോകുലം കേരള FC ഡംബോ FCയെ നേരിടും. ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കശ്മീർ പോരാട്ടവും ഇന്ന് നടക്കും. 3ാം ഐ ലീഗ് കിരീടവും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്കുള്ള സ്ഥാനക്കയറ്റവും ലക്ഷ്യമിട്ടാണ് മലയാളക്കരയുടെ സ്വന്തം ഗോകുലം കേരള FC ഇന്നിറങ്ങുന്നത്. 21 കളികളിൽ നിന്ന് 37 പോയിന്റുമായി GKFC പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. പോയിന്റ് പട്ടികയിൽ 1ാമതുള്ള ചർച്ചിൽ ബ്രദേഴ്സുമായി 2 പോയിന്റ് മാത്രം വ്യത്യാസം. 36 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട് റിയൽ കശ്മീർ. ലീഗിലെ 22 റൗണ്ട് മത്സരങ്ങളിൽ അവസാന മത്സരം വരെ കാത്തിരിക്കണം കിരീടം ആർക്കെന്നറിയാൻ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഗോകുലം കേരള FC ഡംബോ SCയെ നേരിടുന്ന ഇതേ സമയം ശ്രീനഗറിൽ നടക്കുന്ന കളിയിൽ റിയൽ കശ്മീർ ചർച്ചിൽ ബ്രദേഴ്സിനെ എതിരിടും. ഗോകുലത്തിന്റെ ജയത്തിനൊപ്പം ചർച്ചിൽ ബ്രദേഴ്സ് തോൽക്കുകയും ചെയ്താൽ ഗോകുലത്തിന്റെ സ്വപ്നം പൂവണിയും. മുൻ ഹെഡ് കോച്ച് അന്റോണിയോ റുവേഡയ്ക്ക് പകരക്കാരനായി അസിസ്റ്റന്റ് കോച്ച് ടി.എ. രഞ്ജിത്ത് ചുമതല ഏറ്റെടുത്തതിനു ശേഷം മികച്ച പ്രകടനമാണ് ഗോകുലം കാഴ്ചവെക്കുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുക, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് തന്നെയാണ് മത്സരങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ലാസ്റ്റ് 7 മാച്ചിൽ 6 മാച്ച് ജയിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഇവിടെ എത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. നമ്മൾ ഏത് മത്സരത്തെ സമീപിച്ചിട്ടുള്ളതും ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ്. റിയൽ കശ്മീർ FC ചർച്ചിൽ ബ്രദേഴ്സിനെ 3-0 എന്ന മാർജിനിൽ തോൽപ്പിക്കുകയും GKFC ഡംബോ SCയോട് തോൽക്കുകയും ചെയ്താൽ കിരീടം റിയൽ കശ്മീരിനെ നേടാനായേക്കും. അതേസമയം റിയൽ കശ്മീർ FCക്കെതിരായ മത്സരത്തിൽ സമനില പിടിച്ചാലും ചർച്ചിൽ ബ്രദേഴ്സിനെ കിരീടം ഉറപ്പിക്കാം. എവേ മത്സരത്തിൽ ഡംബോ SCയെ കീഴടക്കിയതിന്റെ ആത്മവിശ്വാസവും മലബാറിയൻസിന് തുണയാണ്. ആരാധകരുടെ മനനിറക്കാൻ GKFC ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ മത്സരത്തിന് പ്രവേശനം സൗജന്യമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയമായ പുതിയ പാമ്പൻ കടൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12:45 ഉദ്ഘാടനം. രാമേശ്വരത്ത് നിന്ന് താമ്പാരത്തേക്കുള്ള പുതിയ ട്രെയിൻ സർവീസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും.
ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈഭവത്തിന് മാറ്റുകൂട്ടുന്ന മറ്റൊന്നുകൂടി. ഒരു നൂറ്റാണ്ടിലധികമായി ലോകസഞ്ചാരികളെയടക്കം വിസ്മയിപ്പിക്കുന്ന പാമ്പൻ പാലത്തിന് പുതുജന്മം. 2019 തറക്കല്ലിട്ട പാമ്പൻ 2.0 പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്ന പാലം പ്രത്യേകതകളുടെ പട്ടികയിലും നമ്പർ 1 ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരമുള്ള പുതിയ പാലത്തിന് 2.08 കിലോമീറ്ററാണ് ദൈർഘ്യം. കപ്പലുകൾക്ക് കടന്നുപോകാൻ ഒരു ഭാഗം ലംബമായി ഉയർത്തുന്ന രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം. 18.3 മീറ്റർ അകലത്തിൽ 99 തൂണുകളും നടുവിലായി 72.5 മീറ്ററുള്ള നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത്. നാവിഗേഷൻ സ്പാൻ 17 മീറ്റർ വരെ ഉയർത്താൻ കഴിയും. ഇത് പാലത്തിനടിയിലൂടെയുള്ള വലിയ കപ്പലുകളുടെ ഗതാഗതം എളുപ്പമാക്കും. ഇവ ഉയർത്താൻ 2 മിനിറ്റും താഴ്ത്താൻ 3 മിനിറ്റും മതി. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡാണ് 535 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് തമിഴ്നാട് ഗവർണർ RN രവി, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കേന്ദ്രമന്ത്രി L മുരുകൻ എന്നിവർ പങ്കെടുക്കും. 24 ചെന്നൈ. ഫ്യൂച്ചർ കേരള മിഷൻ പ്രഖ്യാപിച്ച് കൊച്ചി ജെയിൻ സർവകലാശാല. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം, സംരംഭകത്വം വളർത്തൽ, സ്ത്രീ ശാക്തീകരണം എന്നിവയിലൂടെ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് ഫ്യൂച്ചർ കേരള മിഷനിലൂടെ ജെയിൻ സർവകലാശാല ലക്ഷ്യമിടുന്നത്. ജെയിൻ സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിഭാവനം ചെയ്തതാണ് പദ്ധതി. മിഷൻ ചെയർമാനായി മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ നിയമിച്ചു. സംസ്ഥാനത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി ജെയിൻ സർവകലാശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് ചടങ്ങിൽ വേണു രാജാമണി പറഞ്ഞു. ഈ റിപ്പോർട്ടോടെ മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.